പാഠശാലയിൽ നിന്നും പാടത്തേക്ക് ഇറങ്ങി കുട്ടികൾ ഞാറ് നട്ടു. പിരപ്പമൺകാട് ഏലായിൽ ആറ്റിങ്ങൽ ഗവൺമെന്റ് മോഡൽ വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ നടീൽ ഉത്സവം നടന്നു. OS അംബിക MLA നടീൽ ഉത്സവം ഉദ്ഘാടനം ചെയ്തു. ആറ്റിങ്ങൽ ഗവൺമെന്റ് മോഡൽ V&HSSന്റെ ആഭിമുഖ്യത്തിലാണ് നാഷണൽ സർവീസ് സ്കീമിന്റെയും സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്സിന്റെയും സഹകരണത്തോടെ പിരപ്പമൺകാട് ഏലായിൽ നടീൽ ഉത്സവം സംഘടിപ്പിച്ചത്. പിരപ്പമൺകാട് ഏലായിലെ 31 സെന്റ് ഭൂമിയാണ് നെൽകൃഷിക്കായി സജ്ജമാക്കിയത്. OS അംബിക MLA നടീൽ ഉത്സവം ഉദ്ഘാടനം ചെയ്തു. പിരപ്പമൺകാട് ഏല എന്ന് പറയുമ്പോൾ ഇപ്പം നാടാകെ, സംസ്ഥാനമൊട്ടാകെ, രാജ്യത്താകെ അറിയപ്പെടുന്ന ഒരു പഞ്ചായത്തായി മാറിയിട്ടുണ്ട്. 90 ഏക്കറല്ലേ കിടന്ന് 90 ഏക്കർ ഭൂമി തരിശുരഹിതമാക്കിക്കൊണ്ട് നാടിനാകെ മാതൃകയായി സംസ്ഥാന ഗവൺമെന്റിനോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഒരു പിരപ്പമൺകാട് ഏലയിലെ പൗരപ്രമുഖരെയും അവിടുത്തെ നാട്ടുകാരെയും അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. ഇപ്പോൾ കുട്ടികൾ തൊഴിലും വിദ്യാഭ്യാസ മുദ്രാവാക്യത്തോടൊപ്പം കൃഷിയിൽ ആഭിമുഖ്യം വരുന്നതിനുള്ള പദ്ധതികൾ ഗവൺമെൻറ് തയ്യാറാക്കി വരികയാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് എല്ലാ കുട്ടികളെയും കൃഷിയിലേക്ക് ഇറങ്ങുക, അവർക്ക് മറ്റു ജോലികളിൽ വ്യാപൃതരാകാതെ കൃഷിയുമായും അതുപോലെ തന്നെ മറ്റ് പഠനേതര വിഷയങ്ങളിലും പാഠ്യേതര വിഷയങ്ങളിലുമൊക്കെ സാമൂഹ്യം വരുത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പദ്ധതികൾ നടപ്പിലാക്കി ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. ഈ സിറ്റിയിലുള്ള കുട്ടികളെ പോലും ഞാറും നെല്ലും വയലും അരി എങ്ങനെയാണ് ഉണ്ടാകുന്നത് ചോദിക്കുമ്പോൾ പോലും പറയാത്ത കുട്ടികൾക്കറിയില്ല. അത് നമ്മൾ കാണിച്ചുകൊണ്ടാണ് മാതൃകയാക്കി ബോയ്സ് ഹൈ സ്കൂളിൽ ഇത്തരം എല്ലാ പ്രവർത്തനങ്ങളിലും ബോയ്സ് ഹൈ സ്കൂൾ വളരെയേറെ മാതൃകയാണ്. SPCയും NCCയും ഒക്കെ നമ്മുടെ അധ്യാപകർ കുട്ടികളോടൊപ്പമാണ്. ഒരു പ്രശ്നങ്ങളുമില്ലാതെ നമ്മുടെ ബോയ്സ് ഹൈ സ്കൂൾ സംസ്ഥാനത്താകെ അല്ലെങ്കിൽ ജില്ലയിലാകെ മാതൃകയെ പ്രവർത്തിക്കുന്നത്. ജീവിത ലഹരിയിലേക്ക് കുട്ടികളെ കൂട്ടിക്കൊണ്ടുവരികയാണ് ലക്ഷ്യം. പഠനമുറിയിൽ നിന്ന് പാഠത്തിലേക്കുള്ള എത്തിച്ചേരൽ കുട്ടികൾക്ക് വേറിട്ട അനുഭവമായി. നമസ്കാരം, ഞാൻ അശ്വിൻ. ഞാൻ ഗവൺമെൻറ് ബോയ്സ് ആറ്റിങ്ങലിലെ NSS വോളണ്ടിയറാണ്. നമ്മളിവിടെ പിരപ്പമൺകാട് പാടശേഖരത്തിൻ്റെ അവിടെ നമ്മൾ നെൽകൃഷിക്ക് നമ്മളെ സ്കൂൾ മൊത്തത്തിൽ നെൽകൃഷിയുടെ ചുമതല ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നെൽകൃഷി നടത്താൻ വേണ്ടി വന്നതാണ്. ഇതൊരു വേറിട്ട അനുഭവം തന്നെയാണ്. ഇവിടെ ഇത്രയും എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇതുപോലെ നെല്ലിന് ജോലി ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട്, ഈ ഞാറ് നടുന്നതും അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത് അനുഭവിക്കാൻ എന്ന് പറഞ്ഞാൽ നട്ട് നോക്കാൻ ഒരു അവസരം കിട്ടിയത് ആദ്യം ഇവിടെയാണ്. ഇത് വേറിട്ടൊരു അനുഭവം തന്നെയാണ്. ഞാൻ ആദ്യമായിട്ടാണ് വയലിൽ ഇങ്ങനെയൊക്കെ ജോലി ചെയ്യാനൊക്കെ ആയിട്ട് വരുന്നത്. എന്തായാലും നല്ല എക്സ്പീരിയൻസ് ആണ്. കണ്ടിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ ഇറങ്ങിയിട്ടോ ഒന്നുമില്ല. ഗവൺമെൻറ് മോഡൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ HSS യൂണിറ്റും അതേപോലെ VHS യൂണിറ്റും കൂടെ ചേർന്ന് നടത്തുന്ന ഒരു നടീടൽ ചടങ്ങാണിത്. ഇപ്പോൾ നമ്മളുടെ ഈ ഒരു ആധുനിക കാലത്ത് എല്ലാവരും കൃഷിയിടങ്ങൾ അത്യധികം ശ്രദ്ധിക്കാതെ പോകുന്ന കാലഘട്ടമാണ്. അപ്പോൾ അതിനെ തുടർന്ന് ഞങ്ങളിവിടെ ഒരു നടീടൽ ചടങ്ങ് മറ്റുള്ളവർക്ക് മാതൃകയായി നടത്താനാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ 31 സെൻറ് ഉണ്ട്. ഇത് പിരപ്പമൺകാട് എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെ 31 സെൻറ്റിലാണ് ഞങ്ങൾ ഈ ഒരു ചടങ്ങ് നടത്തുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ NSSൻ്റെ യൂണിറ്റുള്ള വോളണ്ടിയേഴ്സും അതേപോലെ SPC യൂണിറ്റുള്ള വോളണ്ടിയേഴ്സും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഞങ്ങൾക്കൊരു പുതിയ അനുഭവമാണ്. മറ്റുള്ളവർക്ക് മാതൃകയാക്കണമെന്ന് മാത്രമാണ് ഞങ്ങൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. പിരപ്പമൺകാട് കാർഷിക സമൃദ്ധിയുടെ നിറവിലേക്ക് ഇവരെയും കൈപിടിച്ചാനയിക്കുകയാണ്. ആറ്റിങ്ങൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നേതൃത്വത്തിലാണ് പിരപ്പമൺകാട് ഏലായിലെ 31 സെൻറ് സ്ഥലം പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. കേരള സർക്കാർ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ ലഹരിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഒട്ടനവധി നൂതനമായ പരിപാടികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുകയാണ്. മണ്ണും വിദ്യാർത്ഥികളും തമ്മിലുള്ള ബന്ധം
ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി ഒട്ടനവധി കൃഷി അനുബന്ധ പരിപാടികൾ നടപ്പിലാക്കി വരുന്നു. ഇതിൻ്റെ ഭാഗമായി ജീവിത ലഹരിയിലേക്ക് കുട്ടികളെ കൂട്ടിക്കൊണ്ടുവരിക എന്ന സന്ദേശം നൽകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആറ്റിങ്ങൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി NSS വിഭാഗം, VHSC NSS വിഭാഗം, SPC കുട്ടികൾ എന്നിവയുടെ നേതൃത്വത്തിൽ ഈ ഏല ഏറ്റെടുത്ത് കൃഷി ചെയ്യുന്നത്. പ്രിൻസിപ്പൽ ജവാദ്, പ്രഥമാധ്യാപകൻ K. അനിൽകുമാർ, PTA പ്രസിഡന്റ് സന്തോഷ്, ആശാദേവ്, NSS ഇൻചാർജുമാരായ ഡോക്ടർ ബിനു, ജിമ്മി, ഡോക്ടർ ഷജീം തുടങ്ങിയവരും അധ്യാപകരും പാടശേഖര സമിതി അംഗങ്ങളും പങ്കെടുത്തു. ECV ന്യൂസ്, ആറ്റിങ്ങൽ.